ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നെത്തിയിട്ടുള്ള ഒരു പുലിമടയിലാണ് കേട്ടോ. നമ്മൾ വെറുതെ പറയണമെന്നല്ലേ, പുറത്ത് ഈ വണ്ടികൾ കണ്ടിട്ട് നിങ്ങൾ വെറുതെ കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. ഇതൊക്കെ ഏതാ സാധനം എന്നറിയോ? 3 സീരീസ് ആണ് വരുന്നത്. 3 സീരീസിൽ GT ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ഈ സൈഡിലോട്ട് നോക്കണമെങ്കിൽ 1-2 വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേറിയിട്ടില്ല, കേറാനുള്ള വാഹനം. ഇപ്പൊ കേറിയ വണ്ടികൾ മടന്റെ ഉള്ളിലുണ്ട്. അങ്ങോട്ട് വരിക, ഞാൻ കാണിച്ചു തരാം. അടിപൊളി സാധനങ്ങൾ. ആദ്യം നിന്നതാ ഒരു പൂച്ച ഇങ്ങനെ പുതിക്കാൻ വേണ്ടി നിൽക്കുക. ആരറിയോ? ഓടി TT. ഇങ്ങോട്ട് നോക്കാണിത്. ഇതിന്റെ ഡിസൈൻ കണ്ടോ? എന്താ മുതലേറെ വൈറ്റ് കളർ, ഒരു സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത വണ്ടി. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതാ ഒരു സാധനം കാണിച്ചു തരാണ്ട്. ഇങ്ങോട്ട് പോരി. ഏതറിയോ? അതൊക്കെ അങ്ങോട്ട് നോക്കി. പണ്ട് നമ്മളെ ഇതൊക്കെ മരുഭൂമിയൊക്കെ ഭരിച്ചിരുന്ന വണ്ടി. ഇതാ ഫോർച്യൂണർ ലെജൻഡർ പുതിയ മോഡല്. ഈ സാധനം നോക്കുക നിങ്ങൾ, ഇസൂസുവിന്റെ സാധനം. ഇതിമൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ചെക്കന്മാരെ ഇതാക്കാൻ വേണ്ടി സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കണ്. ഇതുണ്ടോ? ഇത് ഏതാ വണ്ടി തരോ? താറ് ജനപ്രിയ വാഹനമായിട്ടുള്ള താറ്. പിന്നെ ബെൻസിന്റെ നമ്മുടെ GL, അടിപൊളി GL ഉണ്ട്. പിന്നെ ഓടി ഉണ്ട്. പിന്നെ ടെറാനുണ്ട്. ഇതാ പജീറോ. എന്റെ അളിയ, ഏതാ ഈ വണ്ടി? കാണുമ്പോ തന്നെ ഇത് എടുത്ത് ഓടിക്കാൻ തോന്നുക. ഇത് നമ്മള് ആ സൈഡിലേക്ക് വരുമ്പോ ഒരു സാധനം, ഒരു കിളിക്കുട്ടിനെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. ഒരു നീലക്കിളി. ഏതാ ഈ സാധനം? പണ്ടത്തെ രാജാവാണ് കേട്ടോ. പെട്രോള്. എന്താ ഈ വണ്ടിയുടെ ഇടുപ്പ്! ഇത് ഇന്റീരിയർ ഒക്കെ നോക്ക്, വർക്ക് ചെയ്ത് വെച്ചിട്ട്. ഡോറൊക്കെ ഇങ്ങനെ കേട്ടോ തുറക്കുക. ഇത് ആൾക്കാര് ബാക്കത്തെ ഡോറാണ് എഴുതിയിട്ട് ഇത് കൂടെ കയറാൻ നിൽക്കേണ്ട അമ്മാര് സെറ്റപ്പാണ് വണ്ടി. ഈ ഭാഗത്തൂടെ ചെറുവണ്ടികളുണ്ട്, അതല്ലാതെ BMW അടക്കുന്നുണ്ട്. ഈ ഭാഗത്തൂടെ പോകാൻ തന്നെ പറ്റില്ല, കാരണം വണ്ടി അത്രക്കും സ്റ്റോക്കാണ്. പുതിയ സ്റ്റോക്കുകൾ കയറിയ വണ്ടികൾ ഇതൊക്കെ ഉണ്ടോ. A-ക്ലാസ് വയ്ക്കുമ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി സ്വന്തമാക്കാട്ടോ. അപ്പൊ സമയം കളയാൻ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. കോട്ടക്കൽ കാർ ഹബിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള മിസ്റ്റർ ഷിയാബിക്കാണ് നമ്മുടെ കൂടെ ഉള്ള. ഷിയാബിക്ക, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, വെൽക്കം ടു കാർ ഹബ്. അത് നമ്മുടെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ. നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നിന്ന് ചെങ്കുവട്ടി തൃശ്ശൂർ റോട്ടില് പാലത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു മഹീന്ദ്രന്റെ ഷോറൂം ഒക്കെ ഉണ്ട്. അതിന്റെ അടുത്തായിട്ടാണ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉണ്ട്. അതിന്റെ അടുത്തായിട്ടാണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, കാരണം റോയൽ എൻഫീൽഡിന്റെ തൊട്ടാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അതെ അതെ. അപ്പൊ വാട്സപ്പിലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്തോ. നമ്മളെ കസ്റ്റമർ ഇപ്പൊ ഒരു വാഹനം വേണം, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അറേഞ്ച്. തീർച്ചയായിട്ടും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളെ ഷോറൂമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ എല്ലാവിധ ബ്രാൻഡിന്റെ കാറുകൾ സെയിൽ ചെയ്യും. എല്ലാവിധ ചെറുവണ്ടി ഒരു 3 lakh മുതൽ ഒരു 1.5 കോടി വരെ ബഡ്ജറ്റുള്ള എല്ലാ കാറുകളും നമ്മളിവിടെ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളെ കയ്യിൽ ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികൾ എന്തെങ്കിലും? ഇല്ല. നമ്മള് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല, സെയിൽ ചെയ്യാറില്ല. ഇനിയിപ്പോ അഥവാ വണ്ടിയാണ് മനുഷ്യസഹജമാണ്, എന്തെങ്കിലും റീപ്ലേസ് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. ഇതിപ്പോ അങ്ങനെ നമ്മളെ വണ്ടികളൊക്കെ നമ്മള് കസ്റ്റമറിനോട്ട് ഡീറ്റെയിൽ കൊടുക്കുമ്പോ തന്നെ അവർക്ക് ഓപ്ഷൻ വെക്കും. നിങ്ങൾക്ക് നിയർ ബൈ ഉള്ള ഷോറൂമിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ എവിടെയും കൊണ്ടുപോയിട്ട് മാത്രം ചെക്ക് ചെയ്തിട്ട് മാത്രമേ പ്രൊസീഡ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡോറോ അല്ലെങ്കിൽ ഗ്ലാസ് എന്താ റീപ്ലേസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ മലയാള മീഡിയ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഓഫർ എന്താ കൊടുക്കാൻ പറ്റുക നമുക്ക് ഷോറൂമിൽ? ഓഫർ എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ സ്റ്റോക്ക് ഏകദേശം 40 വണ്ടികളൊപ്പം ഇതിന്റെ ഉള്ളിൽ സ്റ്റോക്ക്, ഈ 30 വണ്ടി ഇതിന്റെ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ അടുത്തൊരു 50 വണ്ടികൾ ഇപ്പൊ കറന്റ് സ്റ്റോക്ക് ഉണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും മാക്സിമം ടാങ്ക് പെട്രോളോ അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്ന റേറ്റിന് നെഗോഷ്യബിൾ ആയിട്ട് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും തീർച്ചയായിട്ടും. അപ്പൊ ആരും മിസ് ചെയ്യരുത്. മലയാള മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഓഫറുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഷോറൂമിലും അങ്ങനെ അധികം കണ്ടുവരാത്തൊരു വാഹനമാണ് ഓഡി TT. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഈ ഓഡി TT പറയുമ്പോഴേ, ഇത് സത്യം പറഞ്ഞാല് കേരളത്തിൽ തന്നെ അധികം ഇറങ്ങാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അധികം ഇറങ്ങാത്തൊരു മോഡലാണ്. റയർ പീസാണ്. ഇത് സ്പോർട്സ് കാറാണ്. ഓഡി TT ഇത് 2010 മോഡല്. പിന്നെ പെട്രോൾ വേരിയന്റ് ആണ്, 3.2 വരുന്നത് പെട്രോൾ വരും. അപ്പൊ ഏകദേശം മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് ബിലോ 10 അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി. മൈലേജ് പ്രതീക്ഷിച്ച് സ്പോർട്സ് കാർ എടുക്കാൻ പാടില്ല. പിന്നെ വണ്ടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? പെർഫെക്റ്റ് ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. പിന്നെ ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നുണ്ട്? ഇത് 2010 മോഡല്, 4th ഓണർ ആണ്, TN രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 49,000 മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഈ വണ്ടി ഡ്രൈവ് ചെയ്താലും അറിയാം ഇതിന്റെ ഒരു പെർഫോമൻസ്, എഞ്ചിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്റ്റ് വാഹനം നമുക്ക് കാണുമ്പോ തന്നെ ഫീൽ ചെയ്യും. ഒരു ഡെന്റോ ക്രാക്കോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വെൽ മെയിൻറ്റൈൻഡ്. അതിന്റെ ഓണേഴ്സ് ഒക്കെ അത്രയും അവരൊരു സെക്കൻഡ് കാർ അല്ലെങ്കിൽ എന്തെങ്കിലും
ഒക്കേഷനിൽ മാത്രമേ ഈ വണ്ടികളൊക്കെ എടുക്കാറുള്ളൂ അധികം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അത് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്പോർട്സ് കാറുകളിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ബൂട്ട് സ്പേസും കൂടുതലുള്ള, അല്ലെങ്കിൽ നമ്മളെ ചൈൽഡ് സീറ്റും ശരിക്കും ചൈൽഡ് സീറ്റ് ആണ് അതുള്ള സ്പോർട്സ് കാറുകൾ വളരെ കുറവാണ്, വളരെ റെയർ ആണ്. അതെ അതെ അതെ. ഇപ്പൊ SLK ആയിക്കോട്ടെ, Z4 ആയിക്കോട്ടെ, അതിലൊന്നും ചൈൽഡ് സീറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസും ഉണ്ട്, ബാക്കിൽ ചൈൽഡ് സീറ്റും യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ സ്പോർട്സ് കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. നമുക്ക് ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ മലയിൽ മീഡിയ പ്രഷർ കൊടുക്കാൻ പറ്റൂലേ? ഓ തീർച്ചയായിട്ടും. ഇത് സ്പോർട്സ് കാറിൽ തന്നെ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വണ്ടിയാണ് Audi TT. അതെ അതെ. ഇത് നമ്മളൊരു 22 lakhs ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആയി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട ഫ്യൂവലും നമ്മൾ അടിച്ചു കൊടുക്കും. യെസ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് പ്രാഡോ പരിചയപ്പെടാം. പഴയകാല രാജാവ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും പഴയകാല രാജാവാണ്, ഇപ്പോഴും രാജാവ് തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. ഇത് അപ്പോഴും രാജ ഇപ്പോഴും രാജ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 2006 മോഡല്, പ്രാഡോ പെട്രോൾ ആണ്, VX ടോപ്പ് എൻഡ് വേരിയന്റ്. വണ്ടി അല്ലേ? അത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ പ്രാഡോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടികളൊക്കെ റയറാണ് നമ്മുടെ കേരളത്തിൽ. ഇതൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു പ്രൈസ് കൂടുതലാണല്ലോ അതിനൊക്കെ പറയും. കാരണം ഇത് ഈ വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഇത് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ വല്ല ഡൽഹിയിലോ ബോംബെയിലോ പോകണം. നമ്മളെ കേരളത്തിലൊന്നും ഈ വണ്ടികൾ അത്ര സുലഭമല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാറായിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ റീ രജിസ്ട്രേഷൻ ആയി വരുന്നത്. ഇതിപ്പോ ഏകദേശം എത്ര ഓണർഷിപ്പ് വരുന്നുണ്ട്? ഇതിപ്പോ തേർഡ് ഓണറാണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ കാര്യത്തിൽ 91,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക കമ്പനി സർവീസ്, ഫുള്ളി കമ്പനി സർവീസ് അല്ല, ഓൾമോസ്റ്റ്. അതൊക്കെ പിന്നെ 2006 ആകുമ്പോൾ അതെ അതെ. അത് മാത്രമല്ല 2006 ആകുമ്പോൾ കസ്റ്റമർ ഒരു 10 വർഷം കഴിഞ്ഞ 15 പിന്നെ ഷോറൂമിൽ ചിലപ്പോൾ പോവാറുണ്ടാവില്ല. നിയർ ബൈ നല്ല വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യാറ്. പക്ഷെ വണ്ടി നല്ല യൂസ് ചെയ്യുന്നവർ അത്രയും എടുക്കുള്ളൂ. പിന്നെ ടയറൊക്കെ ഒരു ആവറേജ് ഒരു ഫുൾ കട്ട് ഏകദേശം ഒരു 90% ടയറും വരുന്നുണ്ട്. നല്ല അടിപൊളി അലോയ് വീലും ഒക്കെ വരുന്ന വാഹനമാണ്. അതെ അതെ. നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇതിന് നമ്മള് പറഞ്ഞ റയർ പീസ് ആയതുകൊണ്ട് ഒരു 12.5 ലക്ഷം റുപ്യൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്പർ ആക്കി ഇപ്പൊ KL71 നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യണം. ജസ്റ്റ് അവരുടെ പേർക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്യാം, വണ്ടി ഓടാം, ഡീസൽ അടിക്കുക, പെട്രോൾ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. അപ്പൊ ലോണൊന്നും കയറാൻ സാധ്യതയില്ലല്ലോ, മാക്സിമം റെഡി ക്യാഷ് കൊണ്ട്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫോർച്യൂണർ ലെജൻഡർ പരിചയപ്പെടാം. ലെജൻഡർ അല്ല, ഇത് സാധാ ഫോർച്യൂണർ ആണ്, നോർമൽ ആണല്ലേ? അതെ അതെ അതെ. ഇത് 2017 മോഡല്. 2017 4 വീൽ ഓട്ടോമാറ്റിക് ആണ്, HR രജിസ്ട്രേഷൻ ആണ്. ഈ വണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 69,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററി, സീറോ റീപ്ലേസ്മെന്റ്, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ബമ്പർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. 69,000 കിലോമീറ്റർ 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. ഇത് കേരള വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയാണ് ഏകദേശം ഒരു 31-31.5 ലക്ഷം രൂപ. ഇത് നമ്മള് പിന്നെ HR രജിസ്ട്രേഷൻ തന്നെ ആയതുകൊണ്ട് നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ HR തന്നെ NOC കൊടുക്കുകയാണെങ്കിലും നമ്മൾ 26 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് 26 ലക്ഷം രൂപയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഫ്യൂവലും അടിച്ചു തരില്ലേ? അതെ അതെ അതെ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, ഒന്നും നോക്കണ്ട. ടയറും ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. തീർച്ചയായിട്ടും നല്ല എന്തൊരു ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഈ HR തന്നെ നമുക്ക് 10-15 ലക്ഷം രൂപ വരെ ഫിനാൻസ് ലഭിക്കും. അപ്പൊ ആദ്യം ആലോചിക്കണം, നല്ല അത്യാവശ്യം നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ്. മിനിമം ഒരു ഫോർച്യൂണർ ന്യൂ ഷേപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 7-10 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കാണണം. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും അത്രയും സ്റ്റെബിലിറ്റി ഉള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇസൂസു പരിചയപ്പെടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? അതെ അതെ. ഇസൂസു ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് റോട്ടിലായാലും മണ്ണിലായാലും മലയായാലും മൂപ്പർക്ക് പ്രശ്നമില്ല എന്നുള്ള വണ്ടിയാണിത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇപ്പൊ ടയോട്ടന്റെ ഐലെക്സ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ? അതിനൊക്കെ വില എല്ലാവർക്കും അറിയാം. 42 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇതേപോലെ തന്നെ വണ്ടി. അതിന്റെ ഒരു ഇസൂസു അതിന്റെയും ഇപ്പൊ ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വാഹനമാണ്. ഒരുപാട് മോഡിഫിക്കേഷൻ 2016 തൊട്ട് റോഡിൽ ഇയാൾ വന്ന ആണ്. അതൊന്നും അത്ര ഇഷ്ടല്ലേന്ന്. പക്ഷെ ഇപ്പൊ മറ്റു ആൾക്കാരൊക്കെ വന്നപ്പോ മുമ്പ് വീണ്ടും ചൂടായി. ഈ വണ്ടി നമ്മള് 2016 മോഡല് 126 ഓടിയിട്ടുണ്ട്. ഓണർ ഇത് സെക്കൻഡ് ഓണർ. നമ്മൾ പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ഡീസലാണ്, മൈലേജ് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഡീസൽ ഇത് 4 വീലാണ്, ഡീസലാണ്, 4 വീല് മാനുവൽ ആണ്. പിന്നെ ഇത് മാക്സിമം ബൈ റോഡിൽ കിട്ടല്
മാക്സിമം 12, ഓഫ് റോഡ് ആണെങ്കിൽ 8, 9. അതെ അതെ അതെ. ഇതിന്റെ പർപ്പസ് വേറെയാണ്. അതെ 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 ഇത് മൾട്ടി. പിന്നെ നമ്മളടുത്തല്ല അല്ലെങ്കിൽ വേറൊരാളടുത്ത് കാണരുത് എന്നുള്ള വണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു വണ്ടി എന്നുള്ള കൺസെപ്റ്റ്. റോട്ടില് 4 നോട്ടം കിട്ടും. റോട്ടില് 4 അതിന് വേറെ കിട്ടും വണ്ടിയിട്ടൊക്കെ പോയാല്. അപ്പൊ എത്ര നമ്മൾ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടി, പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററിക്കുള്ള വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 14.5 ലക്ഷം റുപ്യാണ്. അപ് ടു 9-10 ലക്ഷം റുപ്യ വരെ ഫൈനാൻസും അവൈലബിൾ ആണ്. 10 ലക്ഷം രൂപ വരെ ഫൈനാൻസ് കിട്ടൂലേ? പ്രൊഫൈലുള്ള നല്ല കസ്റ്റമർ ആണ്. ചെറിയ തുക ഒരു 4-5 ലക്ഷം രൂപന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ നല്ല ട്രാക്കും കാര്യമുള്ള കസ്റ്റമർ ആണ് വണ്ടി സ്വന്തമാക്കുക. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ താർ. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് മഹീന്ദ്ര നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഇതിന്റെ പുതിയ ആൾക്കാരൊക്കെ വന്ന് ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്നിട്ട് മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല, ജിമ്മിയല്ല അതിനപ്പുറമൊക്കെ വന്ന് നോക്കി. പക്ഷെ താർ ഇപ്പോഴും താറായിട്ട് തന്നെ പോണേ. അതെ, ഇത് 2020 മോഡല്, 4 വീൽ മാനുവൽ. 4 വീൽ മാനുവൽ ആണ് വരുന്നത്. അതെ അതെ അതെ. അപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് 4 വീൽ മാനുവൽ. അതെ 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 അതെ. ഇതിൽ 2 വീല് ഇപ്പൊ ലേറ്റസ്റ്റ് 2022 ഓൺവേർഡ്സ് 2 വീല് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിപ്പോ പറഞ്ഞ പോലെ ജിമ്നി ലോഞ്ച് ചെയ്തപ്പോഴാണ് മഹീന്ദ്ര അതിനെ പറ്റി ചിന്തിച്ചിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അതുവരെ 4 വീൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 4 വീല് ആഡ് ടോപ്പില് മാനുവല്. ടോപ്പില് ഇത് 76,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് ഓണർ. കമ്പനി സർവീസ്. അതെ അതെ, കമ്പനി സർവീസ് ഹിസ്റ്ററിക്കുള്ള വണ്ടി അവൈലബിൾ ആയിരിക്കും. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. നമുക്ക് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ബമ്പർ അങ്ങനത്തെ ചെറിയ വർക്കുകളൊക്കെ, ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി. ഷോറൂമിന് ഓപ്പോസിറ്റ് മഹീന്ദ്ര ഷോറൂമിൽ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക്കിന് കൊണ്ടുപോയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, ഒക്കെ ചെയ്യാം. എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മൾ 14.5 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ നന്നായിട്ട് വരുത്തിയിട്ട് കൊടുക്കാം. ഏകദേശം ഇതിന് ഡൗൺ പേയ്മെന്റ് ഒരു 3-3.5 ലക്ഷം റുപ്യ കണ്ടാ മതിയല്ലേ? 3.5 ലക്ഷം രൂപ കാണുകയാണെങ്കിൽ നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർക്ക് സുഖമായിട്ട്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് GLA പരിചയപ്പെടാം അല്ലേ? അതെ അതെ. മെഴ്സിഡസിന്റെ എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു GLA സ്പോർട്ട്, ഒരു ഫാമിലി കാർ ഒരു ഹാച്ച് ബാക്ക് എ ക്ലാസ് ഒക്കെ മാറ്റിയിട്ട് ഒരു മിഡ് SUV കൺസെപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മെഴ്സിഡസ് കൊടുക്കുന്ന ഫസ്റ്റ് വണ്ടിയാണ് GLA 200. ഇതിപ്പോ നോർമൽ കുറച്ച് മറ്റേ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ കുറവുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അതെ അതെ. പൊതുവെ മെഴ്സിഡസ് മറ്റൊരു പ്രീമിയം കാറിലെ വേറെ ബ്രാൻഡിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരും? 2017 മോഡല്, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. ഇത് 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർ തേർഡ് ആണ് വരുന്നത്. അതെ അതെ അതെ. ഡീസൽ ആണ് വരുന്നത്. ഡീസൽ. ഏകദേശം എത്ര മൈലേജ് ഇട്ടുണ്ടാവും? ഇത് മൈലേജ് ഉണ്ട്. ഇതൊരു 15 അബവ് മൈലേജ്. 15 അബവ് മൈലേജ്. അതെ അതെ. സി ക്ലാസ്സിൽ CLA വരുന്ന ഒരു 200 ആ എഞ്ചിനാണ് വരുന്നത്. സെയിം എഞ്ചിനാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്ന വാഹനമായിരിക്കും. അതെ അതെ അതെ. അപ്പൊ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തേർഡ് ഓണർ ആണെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. പിന്നെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. പോണ്ടിച്ചേരി തന്നെ അവർക്ക് വേണമെങ്കിൽ നമ്പർ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാം. സൺറൂഫ് വരുന്നില്ല? സൺറൂഫ് ഉണ്ടല്ലോ വണ്ടിക്ക്. ഉണ്ട്. അപ്പൊ PYH പ്രശ്നമില്ല. നമുക്ക് ഫിനാൻസ് അവർക്ക് കൊടുക്കാം. ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം. അതെ അതെ. മിനിമം ഒരു 5 lakh ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ നല്ല ട്രാക്കും കാര്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ ക്വാളിറ്റി ബെൻസ് ഉണ്ടാക്കാം. നമുക്ക് ഓഡിയുടെ ഏതാണിത്? Q3 ല്ലേ? അതെ അതെ. ഇത് ഇത്ര മോഡലും കാര്യങ്ങളൊക്കെ. ഇത് ഓഡിയുടെ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെടുന്ന ഒരു SUV അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഓഡിന്റെ. കാരണം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും. ഓഡിയിലെ ഒരു SUV കൺസെപ്റ്റില് ഏറ്റവും കൂടുതൽ വണ്ടിയാണ്. അതെ, Q3. ഇപ്പൊ ഇത് ഉപയോഗിച്ച ആള് പെട്ടെന്ന് കൊടുക്കാൻ സാധ്യത കുറവാണ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ്. അത് ഡ്രൈവ് ചെയ്തവർക്ക് പെട്ടെന്നൊരു വണ്ടി മാറി ചിന്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. 2015 ആണ്. ഓണർഷിപ്പ് വരുന്നത് തേർഡ് ആണ്. 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ. അത് ഫുള്ളി കമ്പനി ആവില്ല. കർണാടക വണ്ടി 70,000-80,000 ഒക്കെ കമ്പനി ഉണ്ടാവും. പുറത്തുണ്ടാവും. നമുക്കിപ്പോ എന്താ വല്ല സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ടുള്ള ഓപ്ഷൻ നോക്കാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ബ്ലാക്ക് കളറാണ്. Q3 അധികം കാണപ്പെടാത്തൊരു കളറും കൂടിയാണ് ബ്ലാക്ക് കളർ. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര നമ്മൾ ഈ വണ്ടിക്ക് ആസ്കിംഗ്? നമ്മള് 2015 മോഡല് Q3 പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് 16.5 ലക്ഷം റുപ്യാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്തായാലും നമുക്ക് നെഗോഷിയബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും. നമുക്കൊരു ടെറാനോ പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ടെറാനോ എന്ന് പറഞ്ഞാല് 2015 ഒരു എന്താ പറയാ SUV കൺസെപ്റ്റില്
തരംഗം സൃഷ്ടിച്ചൊരു വണ്ടി തന്നെയാണ്. ജനപ്രിയ മനസ്സിലേക്ക് ഒരു ഉദിച്ചിറങ്ങി. അതെ അതെ, മാരുതി ബ്രസൊക്കെ ആലോചിക്കണ മുന്നേ തന്നെ ബ്രസൊക്കെ മാരുതി ആലോചിക്കണ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും. കാരണം അത്രയും നന്നായിട്ട് ഒരു SUV കൺസെപ്റ്റ് മാറുമ്പോൾ കസ്റ്റമർക്കും തന്നെ മാറ്റാൻ പറ്റിയ ഒരു വണ്ടിയായിരുന്നു ടെറാനോ അല്ലെങ്കിൽ ഡസ്റ്റർ എന്നുള്ള കൺസെപ്റ്റ്. അതിൽ ഏറ്റവും ഹിറ്റായ വണ്ടിയാണ് ടെറാനോ. അതേപോലെ തന്നെ ഹിറ്റാണ് ഡസ്റ്ററും. ബോത്ത് ആർ സെയിം എന്ന് പറയാം. ഒരേ വാഹനം തന്നെയാണ്, ഒരേ വേറെ കമ്പനിയിൽ ഒരേ എഞ്ചിന് പാർട്സ് ഓൾമോസ്റ്റ് സെയിം ഒക്കെ കൊടുക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. യെസ്. ഇത് 2015 മോഡൽ വരുന്നത്. XV എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് 110. ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണല്ലേ വണ്ടി? അതെ. സെക്കൻഡ് ഓണർ ആണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടോപ്പ് എൻഡ് വേരിയന്റ്. ഡീസൽ അല്ലേ? ഡീസൽ ആണ്, 110 ആണ്. പവറിന് ഇറങ്ങുന്നില്ലല്ലേ വണ്ടി? കുറവാണ്. ഡീസൽ വണ്ടി നിസാനൊക്കെ വലിയ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തല്ലോ. അപ്പൊ ഒന്നുകൂടി റയർ പീസ് ആവും ചെയ്യും. അത്യാവശ്യം മാർക്കറ്റിൽ ഇത് വെൽ മെയിൻറ്റൈൻഡ് ചെയ്ത വണ്ടിയാണ്. 2015 കണ്ടാൽ പറയില്ല, അത്രയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തതാണ്. ഷോറൂം സർവീസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിന്റെ കസ്റ്റമർക്ക് നമ്മൾ ഹോണ്ട സിറ്റി ZX ഡീസൽ കൊടുത്തപ്പോൾ അവരോട് എക്സ്ചേഞ്ച് അതെ, നല്ല വണ്ടിയാ. വണ്ടി കണ്ടാൽ മനസ്സിലാവും. ഈവൻ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും അങ്ങനെ എടുത്തു പറയാൻ ഈ വണ്ടി ഇല്ല. ഈ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ലാത്ത അത്രയും പെർഫെക്ഷൻ ആണ് വണ്ടി. അപ്പൊ നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 6 ലക്ഷം റുപ്യ കൊടുക്കാം. ഇതിന് ഏകദേശം 2015 ആയതുകൊണ്ട് ഒരു 5 ലക്ഷം 5.25 ലക്ഷം റുപ്യ വരെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് കിട്ടും. ഒരു 1 ലക്ഷത്തിനുള്ളിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നല്ലൊരു SUV കാർ തീർച്ചയായിട്ടും നല്ലൊരു SUV സ്വന്തമാക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് പജീറ പരിചയപ്പെടാം. പണ്ടു രാജാവ് ഇപ്പോഴും രാജാവ്. പജീറിന്റെ കേസ് പറയുകയാണെങ്കിൽ മെസ്റ്റുബിഷി എന്ന് പറഞ്ഞ കമ്പനി നിർത്തിയിട്ടും ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ്. സത്യം പറഞ്ഞാൽ ഈ പജീറോ പ്രത്യേകിച്ച് ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ റോട്ടിൽ കണ്ട ആൾക്കാർ ഇങ്ങനെ നോക്കി നോക്കാതിരിക്കൂല. അതെ, അതാണ് ഹൈലൈറ്റ്. പജീറോ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഈ റെഡ് കളറാണ്. അയ്യോ, പജീറോ എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലേ? ഇത് എത്ര മോഡൽ? ഇത് റീ രജിസ്ട്രേഷൻ ആണ്. 2011 വണ്ടി. 11 അതെ. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? ഇത് ഓണർഷിപ്പ് വരുന്നത് 3rd ഓണറാണ്. നമ്മൾ 8.5 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. കിലോമീറ്റർ 1.40 അങ്ങനെ 1.40 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഷെവർലെ ക്രൂസ് പരിചയപ്പെടാൻ നല്ല പവർഫുൾ എഞ്ചിനോട് കൂടി വരുന്ന വണ്ടിയിലെ ഡീറ്റെയിൽസ് അതിന് വരുന്നത്. പവർഫുൾ എഞ്ചിൻ എന്ന് പറയുമ്പോഴേ ഈ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ 2000 കാലഘട്ടത്തില് ഹോണ്ട സിറ്റി ഒക്കെ രാജാവ്. അന്ന് 2000 cc എഞ്ചിനില് ഒരു റോക്കറ്റ് ആയിട്ട് വന്നൊരു മുതലാണ് ഈ. ഇത് ഡ്രൈവ് ചെയ്തവർക്ക് മനസ്സിലാവും ഇതിന്റെ കംഫർട്ടും ഇതിന്റെ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും സുഖമൊക്കെ. 2010 മോഡൽ. അതെ 2010 മോഡല്. ഇത് 1.40 ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ, നല്ല സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ വണ്ടി ഒരു പ്രീമിയം വാഹനം എന്ന് വിശേഷിപ്പിക്കാം. പിന്നെന്താ, അന്നത്തെ രാജാവല്ലേ. അന്ന് എനിക്ക് തോന്നുന്നു 18 ലക്ഷം റുപ്യോളം അന്ന് ഓൺ റോഡ് 2000 കോസ്റ്റ് വരുന്ന ഏകദേശം ആ റേസിയോളം വരുന്ന വണ്ടിയാണ്. ഹോണ്ട സിറ്റിനെ പിന്തള്ളിയില്ല സെഗ്മെന്റില് രാജാവ് ആയത് മുപ്പര. കാരണം അന്നത്തെ ഒരു ടൈമില് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് അവരൊക്കെ സെലക്ട് ചെയ്തിരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി എടുക്കുന്നവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ കൊണ്ടെടുക്കാൻ വേണം കേട്ടോ. നല്ല അടിപൊളി അലോയിലും കാര്യങ്ങളും സൺറൂഫും ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 3 ലക്ഷം റുപ്യ കൊടുക്കും. 3 ലക്ഷം റുപ്യ കൊടുക്കും. അതെ. അപ്പൊ ഏകദേശം ഇത്ര ലോൺ കയറാൻ സാധ്യത? ലോണ് കയറാൻ ഈ ഒന്നാമത് വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയതുകൊണ്ട് ബാങ്ക് ലോൺ കിട്ടാൻ പാടാണ്. മാക്സിമം റെഡി ക്യാഷ് കൊണ്ട് വണ്ടി പരിചയപ്പെടാം. ഒരു ഗ്രേ കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് പോളോ പെട്രോള്. ഇത് 2015 മോഡല്. പിന്നെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡ് അല്ല, സിംഗിൾ ഓണർ കേട്ടോ. സിംഗിൾ ഓണർ 1,05,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സർവീസ് ഒക്കെ ഏകദേശം കമ്പനി ആയിരിക്കും. അതെ ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഐലൈൻ വേരിയന്റ് ആണ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ടോപ്പിലാണല്ലേ. ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റ് കവർ, കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് എല്ലാ സാധനങ്ങളും. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അലോയ്സ്, എല്ലാ എയർ ബാഗ് ഒക്കെ. ചെറിയ റോക്കറ്റ് ആണിത്. അതെ പോളോ ഫാൻസിനുള്ള ഒരു നല്ലൊരു വണ്ടി. 2015 പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4.40 ഒക്കെ കിട്ടിയാൽ കൊടുക്കാം. 4,40,000 രൂപ കിട്ടിയാൽ കൊടുക്കാം നമുക്ക് വണ്ടി. ഏകദേശം ഒരു 3-3.5 ലക്ഷം റുപ്യന്റെ അടുത്ത് വരെ ഫൈനാൻസും കിട്ടും. 1 ലക്ഷം റുപ്യ തീർച്ചയായിട്ടും ഒരു പോളോ സ്വന്തമാക്കട്ടോ. അതെ അപ്പൊ നമ്മള് കാത്തിരുന്ന ഒരു വണ്ടിയാണ്. ഇത് ഏതായിരുന്നു വണ്ടി? ഇത് ഫിയറ്റിന്റെ എലഗൻസ് എന്ന് പറഞ്ഞ വണ്ടിയാ. ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു അതെ ഇത് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ മിനിയാന്ന് ഒരു റീൽസിൽ നമ്മളെ
തമിഴ്നാട് CM സ്റ്റാലിൻ സാർ ഉണ്ട് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് പോണ ഒരു വീഡിയോ. ഏ, അപ്പൊ മൂപ്പർക്ക് ഈ വണ്ടിയോടുള്ള ഇതിന്റെ പ്രത്യേകത അത് മാത്രമല്ല, ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാലേ ആ. 1957 57 model. അതെ അതെ, നമ്മളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ പറ്റി ആലോചിക്കേ വേണ്ട. പക്ഷെ അന്നത്തെ മുതലായിട്ട് പോലും ഇപ്പോഴും വെൽ മെയിൻറ്റൈൻഡ്, തീർച്ചയായിട്ടും എല്ലാ ഇത് പാർട്സുകളും ഒറിജിനൽ അത്രയും ആയിട്ട് ചെയ്തു. വണ്ടിപ്രേമി അത്രയും ഇതിൽ കൊണ്ടുനടന്നിക്കണ്. കാരണം എന്താ വെച്ചാൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അതെ അതെ ഈ അതെ, ഡോറ് ഒരു വേറെ വശത്തോട്ടാണ് തുറക്കുക അല്ലേ? ഓപ്പോസിറ്റ്. അതെ ഇത് സത്യം പറഞ്ഞാല് ഇതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതെ. എന്നെ സംബന്ധിച്ച് എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ആ. പേടിയാണ്. അതായത് ഇതിന്റെ ഒരു ഗിയറിന്റെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാരിംഗ് തന്നെ അല്ലേ വരാം. അതെ അതെ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ച് ഇത് എടുക്കുന്നവര് മറ്റേ ഫാമിലി യൂസിനല്ല, ഇല്ലല്ല, ഇതൊക്കെ ആഗ്രഹത്തോടെ ഇത് എടുക്കുന്നത്. ആഗ്രഹത്തോടെ എടുത്തിട്ട് എന്താ പറയാ, റോട്ടിൽ നോട്ടം കിട്ടുക, അതേപോലെ വീട്ടിൽ നിർത്തിയിട്ട് മുറ്റത്തിങ്ങനെ നിർത്തിയിട്ട് ആ ഒരു പഴയ കാരണവരായിട്ട് ഇങ്ങനെ feel ഉം, അതെ. yes, yes, yes. ഒരു പുരാവസ്തുവായിട്ട് കൊണ്ടുനടക്കാം. അതെ, പുരാവസ്തുവില് അതെ അതെ, ഒരു എന്താ പറയാ, അത്രയും ഇതിന് വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ വണ്ടിയോടുള്ള അത്രയും ഇഷ്ടമുള്ള ആൾക്കാരാവും. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇത് ഓടിക്കാനും വേറെ ഈ വണ്ടി ഞങ്ങൾ ഇതാണ്. എടുത്ത കസ്റ്റമർ അടുത്ത് ഏകദേശം ചെറുതും വലുതുമായ ഏകദേശം 35ഓളം ഇങ്ങനത്തെ വണ്ടികൾ അവരുടെ അടുത്ത് വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. അതെ, ബൈക്ക് ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഇതേപോലെ കാർ ആയിക്കോട്ടെ, വോക്സ് വാഗന്റെ ഒരു വേറെ വണ്ടി പിരാന്തല്ലേ, പഴയ ഫീലോട് കൂടി ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പൊ നമ്മള് എത്ര ചോദിക്കുന്നത്, ഇതിനൊക്കെ മോഹ വിലയാണ്. ഇതിന് മോഹവിലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഈ വണ്ടികൾ ഇപ്പൊ 1957 മോഡല്. അപ്പോ ഇത് അന്ന് കേരളത്തിലെ 5ാമത്തെ 6ാമത്തെ വണ്ടിയാണിത് അന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. അതെ 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 അതെ, വളരെ പ്രത്യേകതകൾ കൂടിയ വാഹനമാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്ര കൊല്ലമായിട്ടും ഏകദേശം ഇപ്പൊ ഒരു 10-60 കൊല്ലത്തിന് മേലായില്ലേ, 10-60 കൊല്ലത്തിനടുത്തായി. ഇപ്പോഴും ഇതിന്റെ സ്പെയർ പാർട്സുകളൊക്കെ ഓൾമോസ്റ്റ് ഒറിജിനൽ പാർട്സുകൾ മാത്രം യൂസ് ചെയ്ത സാധനം എപ്പോഴും അവൈലബിൾ ആണ്. യെസ് യെസ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ബാക്കിൽ സീറ്റിൽ ഇരിക്കുന്ന പിടിച്ചില്ലേ, കൈ പിടിക്കണേ, ആ സാധനം കിട്ടണമെങ്കിൽ 9,000 റുപ്യ കോസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല, പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ റയറാണ്. ദുബായിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിൽ പുറത്തൊക്കെ വരുത്തുന്നതാണ്. ഈ വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ ഫംഗ്ഷനും ഓൾമോസ്റ്റ് എല്ലാം വർക്കിംഗ് ആണ്. ഇത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ബൈ റോഡ് ഓടിച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ നമുക്ക് പേടി എന്താ വെച്ചാല്, ഇതിന്റെ വില ആർക്കും അറിയില്ല. കാരണം ബസ്സുകാരൊക്കെ ഇതിന് നേരെ മുന്നേ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മള് പേടി. പിന്നെ പെട്രോൾ കപ്പാസിറ്റി, ടാങ്ക് കപ്പാസിറ്റിക്ക് വളരെ 10 ലിറ്ററിന് താഴെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് പമ്പ് കയറ്റുന്നുണ്ട്. മൈലേജ് മൈലേജ് ഒന്നും 10ന് താഴെ ഉണ്ടാവുള്ളൂ. പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു കമ്പത്തിലുള്ള വണ്ടിയല്ലേ. അപ്പൊ നമ്മൾ എത്രയാണ് ഇതിന്റെ പ്രൈസ്? ഇതിനൊരു പ്രത്യേകിച്ച് വില ഇല്ല. പക്ഷെ ഇതിന് മാർക്കറ്റ് വില അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ 6 ലക്ഷം റുപ്യ കൊടുക്കാന്നുള്ളതാണ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിപ്പോ 2-3 കസ്റ്റമർ നമ്മളിത് സംസാരിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ നമ്മളിവിടെ ഉള്ള ആൾക്കാരല്ല. ഒന്ന് തമിഴ്നാട്ടിലുള്ള, ഒരാൾ ഡൽഹിക്കാരനാണ്, ഒരാൾ പഞ്ചാബിലുള്ള, 3 ആൾക്കാരായിട്ട് സംസാരിക്കുന്ന ഈ വണ്ടി. കാരണം അത് അവിടെയും കിട്ടാനില്ലാത്ത വണ്ടിയാണ്. റയർ പീസ് ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് അങ്ങനത്തെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഫിയറ്റിന്റെ ഏതായിരുന്നു? ലിനിയ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് ഫിയറ്റിലെ ലിനിയ 2009 മോഡല്. ഇത് സെക്കൻഡ് ഓണറിൽ 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? അതെ അതെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ, ഈ ഫിയറ്റിന്റെ ലിനിയന്റെ എഞ്ചിൻ വെച്ചിട്ടാണ് മാരുതിക്കാര് എന്താ പറയാ, സ്വിഫ്റ്റ് ഡീസലിലൊക്കെ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. DDS എന്ന് പറയുമ്പോൾ അവരുടെ ടെക്നോളജി, അവരുടെ എഞ്ചിനാണ് മാരുതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട്. അപ്പൊ ഡീസലില് അത്യാവശ്യം ഏകദേശം 18 വരെ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഇത്. ഒരു മാരുതി ഉപയോഗിക്കുന്ന, മാരുതിയുടെ വണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫീൽ ഉപയോഗിക്കാം. അത്ര മെയിൻറ്റെയിൻ. അതെ അതെ അതെ, എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ല. എത്രയാണ് ചോദിക്കുന്നത്? നമ്മള് 1.5 ലക്ഷം റുപ്യ കൊടുക്കാന്നുള്ള നല്ല അടിപൊളി പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. 1.5 ലക്ഷം റുപ്യയിൽ ലോൺ കയറാൻ സാധ്യത വളരെ 2009 ആയതുകൊണ്ട് നോക്കുകയാണെങ്കിൽ എത്തിയോസ്, അതുപോലെ തന്നെ അമേസ് അല്ലേ? അമേസ്, പിന്നെ വീണ്ടും എത്തിയോസ് ഉണ്ട്, ക്രെറ്റ ഉണ്ട്, നെക്സോ ഉണ്ട്. നമ്മള് വീഡിയോ എടുക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പൊ ഈ വണ്ടികളൊക്കെ താല്പര്യമുള്ളവര് നമ്പറും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുത്ത് പരിചയപ്പെടാം. ഈ സാധാരണക്കാർക്ക് പറ്റിയ മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടിയാണ് വാഗണർ. ഈ വാഗണറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അതെ അതെ അതെ, ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ലേഡീസ്, അതെ അതെ, ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് എൻക്വയറി വരുന്ന മോഡലാണ് ഓട്ടോമാറ്റിക് കാർ ഉണ്ടോ എന്നുള്ളത്. അതിന് ബെസ്റ്റ് ചോയ്സ് ആണ് വാഗണർ ഓട്ടോമാറ്റിക്കിലെ. 2000 ലോഞ്ച് ചെയ്ത വണ്ടിയാണ് വാഗണർ. ഇപ്പോഴും 22-23 കൊല്ലം കഴിഞ്ഞു. വാഗണർ 23 കൊല്ലമായിട്ട് വേറെ ഏത് വണ്ടി അങ്ങനെ ഉള്ളത് നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സീറ്റ് ഹൈറ്റ്, എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള ഒരു സുഖം, എല്ലാ ബേസിക് ഫീച്ചേഴ്സും. അല്ല അതെ അതെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ കണ്ടാത്തന്നെ അലോയ് വീൽസ്, അതൊക്കെ അഡീഷണൽ വന്നാണ്. നല്ല ടയർ, നല്ല സീറ്റ് കവർ ഉണ്ട്, റിവേഴ്സ് സെൻസർ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. അതെ അതെ അതെ, ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ട്. VXI ഓപ്ഷണൽ ആണ് ഈ വണ്ടി.
പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ്, നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പില് ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉണ്ട്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 36,000 കിലോമീറ്റർ 36,000 ഓടിയിട്ടുള്ളൂ. 36,000 ഓടിയിട്ടുള്ളൂ. അത് റീസെന്റ് സർവീസ് ഒക്കെ ചെയ്തതാണ്. ഓക്കെ. പിന്നെ 2017 ആണ് മോഡല്. വാഗണർ VXi ഓപ്ഷണല്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അപ്പൊ അതെ അതെ അതെ, ലേഡീസ് ഇപ്പൊ ഒന്നുകൂടി ഡ്രൈവിംഗിലൊക്കെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഒന്നുകൂടി ആവശ്യം കൂടുതലാണ്. ഇത് 2017 36,000 കിലോമീറ്ററുടെ വണ്ടി. ഇത് 4,55,000 രൂപയ്ക്ക് കൊടുക്കാം. 4,55,000 ഏകദേശം 4 ലക്ഷം രൂപ വരെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 4-4.25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഏകദേശം 60,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് നല്ലൊരു വാഗണർ സ്വന്തമാക്കാം. അതെ അതെ. പിന്നെ പുതിയ മോഡൽ. അതെ അതെ, ഇത് 2020 ആണ്. 20 ആണല്ലേ? അതെ അതെ അതെ, വൈറ്റ് കളർ 2020 ആണ് മോഡല്. 1.2, കാരണം ഈ മോഡൽ വരെ 1 ലിറ്റർ എഞ്ചിൻ ആയിരുന്നുള്ളൂ. ഇപ്പൊ ഈ മോഡൽ വന്നതിന് ശേഷം 1.2, അതെ 2 എഞ്ചിൻ 1 ലിറ്ററും വരും 1.2 വരും. ഇത് 1.2 ആണ്. ഇത് 33,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഓണർഷിപ്പ്, കമ്പനി സർവീസ്. അതെ അതെ, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ചെറിയ ബമ്പർ മാത്രമേ ഉള്ളൂ, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പറൊക്കെ സുഖമായിട്ട് ബമ്പർ ടമ്പർ ഇൻഷുറൻസ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് സിംഗിൾ ഓണർഷിപ്പ്, പിന്നെ അതിലുപരി 5 lakh ഇൻഷുറൻസ് ID ഉണ്ട്. പിന്നെ ലോണൊക്കെ ചെയ്യുന്ന ആൾക്കാർ പുതിയ 4 ടയർ ലോൺ കിട്ടൂലേ? പെട്ടെന്ന് ഇതിപ്പോ ഒരു 4.5 ലക്ഷം രൂപ മേലെ ലോൺ കിട്ടും. 5 ലക്ഷം രൂപ ID ഉണ്ട്. പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ 4.5-4.25 ലക്ഷം രൂപ ലോൺ കിട്ടും. ചെറിയൊരു 65,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. സുഖമായിട്ട് സ്വന്തമാക്കാം. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ലൊരു ഫാമിലി വെഹിക്കിൾ അല്ലേ വാഗണർ ഒക്കെ. തീർച്ചയായും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞ രാജാവിനെ പരിചയപ്പെടാല്ലേ? എ ക്ലാസ് സെഗ്മെന്റ് വരുന്ന വാഹനമാണ്. മെഴ്സിഡസിന്റെ എൻട്രി ലെവൽ ഹാച്ച് ബാക്കിലെ ഓട്ടോമാറ്റിക് A180 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. അപ്പൊ ഒന്നുകൂടി പവർ കൂടും. അതെ അതെ അതെ, പവർ കൂടും. പിന്നെ ഇതിന്റെ പ്രത്യേകത 2013 മോഡല്, പിന്നെ റീ രജിസ്ട്രേഷൻ ആണ്. പിന്നെ 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 69,000 ഓടിയിട്ടുള്ളൂ. അതെ അതെ, പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററിക്കുള്ള വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തേർഡ് ഓണർ ആണ്. പിന്നെ ആവറേജ് ടയറും മോശമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വലിയ സംഭവം നല്ല, എന്നാലും മോശമില്ലാത്ത രീതിയിൽ എഞ്ചിനും അതുപോലെ തന്നെ ഇന്റീരിയറും പെർഫെക്റ്റ് ആണ്. അതെ അതെ, നമുക്ക് ഗ്യാരണ്ടി വരെ സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. അതെ സൺറൂഫ് ഉണ്ട്, സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. 12.5 ലക്ഷം രൂപയാണ് നമ്മളിത് ചോദിക്കുന്ന വില. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം 9 ലക്ഷം രൂപ വരെ ഫൈനാൻസും കിട്ടും, നല്ല പ്രൊഫൈലുള്ള ആൾക്കാരാണെങ്കിൽ. 9 ലക്ഷം രൂപയുടെ ഫൈനാൻസ് കിട്ടും. അപ്പൊ മാക്സിമം ലോണും ചെയ്യാം. ഏകദേശം ഇപ്പൊ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 12.5 ലക്ഷം രൂപ. ഒരു പുതിയൊരു ഫുൾ ഓപ്ഷൻ വില, അതേ ഒരു ഷേപ്പിലും വരുന്ന വാഹനം. ഇത് വരുന്നത് സിംഗർ അല്ലേ? വാഗണറിന്റെ 2015 മാരുതി വാഗണറിൻകാട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് അതേ പേര് തന്നെ വേറൊരു സാധനം, ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം. കുറച്ച് കാലങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. വാഗണർ VXi ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇതിന്റെ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് ആവും. പിന്നെ അലോയ്സ് വരും. പിന്നെ സ്കേട്ടിങ് വരുന്നുണ്ട്. ഷേപ്പില് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റം. ഇത് 2015 മോഡല്, 78,000 കിലോമീറ്ററോടെ വണ്ടി. നമ്മൾ 3.25 ലക്ഷം രൂപ ചോദിക്കണുള്ളൂ. 3.25 ലക്ഷം രൂപ. 2,75,000 രൂപ വരെ നമുക്ക് ലോണും അവൈലബിൾ ആണ്, നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു പോളോ പരിചയം. സെയിം കളറാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇത് പോളോ പെട്രോള് 2019 മോഡല്. ഇത് റീ രജിസ്ട്രേഷൻ ആണ്, നമ്മൾ KL 55 മാറ്റിയ വണ്ടിയാണ്. ചെറിയ വിലക്ക് കിട്ടൂലേ? ഇത് കംഫർട്ട് ലൈൻ 2019 കംഫർട്ട് ലൈൻ വണ്ടിയാണ്. പിന്നെ നമ്മൾ 5.25 ലക്ഷം രൂപ ചോദിക്കുന്നത് വണ്ടിക്ക്. നമുക്ക് ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപ വരെ ലോണും അവൈലബിൾ ആണ്. സൗകര്യം അവൈലബിൾ ആണ്. ഇന്റീരിയറും തരക്കേടില്ലാത്ത ക്വാളിറ്റി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എത്രയാണ് ലോൺ കിട്ടുക? ഇത് 5.25 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. നമുക്കൊരു 4-4.40-4.5 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. വണ്ടി വന്നിട്ട് കയറാൻ നിൽക്കുന്ന ഒരു വണ്ടി അല്ലേ? നിങ്ങള് പോളിഷും കഴുകൊന്നും ചെയ്തിട്ടില്ലല്ലേ? കണ്ടീഷനെ തോന്നുന്നുണ്ട്. ഇതിപ്പോ ഏതാണ്, എന്താ ഡീറ്റെയിൽസ്? ഇത് സിയാസ് ആണ് മോഡല്. 2019 മോഡല്. 19 മോഡല്, 20 രജിസ്ട്രേഷൻ. സിയാസ് ഡീസൽ മാനുവല്. കാരണം സിയാസ് എന്നൊക്കെ പറഞ്ഞാൽ 2019-20 ലാസ്റ്റ് നിർത്തിയിട്ടുണ്ട്. സിയാസ് ഡീസലിന്റെ ഇപ്പോൾ നല്ല ഡിമാൻഡ്, നല്ല എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. അതെ, ഡീസൽ ഹൈബ്രിഡില് അല്ലല്ല, അത് സെറ്റ് ചെയ്ത് കമ്പനി ഓഫർ ചെയ്യുന്ന മൈലേജ് പറഞ്ഞാൽ 24 ആൻഡ് എബോ ആണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 24 ആൻഡ് എബോ മൈലേജ് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മളെ മൈലേജ് തന്നെയാണ്. അത്രയും ഈ സെഗ്മെന്റിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന വേറെ വണ്ടികൾ ഉണ്ടാവില്ല. പിന്നെ ഇത്രയും നന്നായിട്ട് അതിന്റെ ഇന്റീരിയർ നോക്കി, സെക്കൻഡ് റോ
കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ റിയർ എസിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഒരു ലക്ഷറി ടച്ച് വരുന്ന മാരുതിന്റെ പ്രീമിയം സെഡാൻ അതാണ് ഈ വണ്ടി. അവസാന വാക്ക്. അതെ അതെ മാരുതിയിൽ അവസാന വാക്ക്. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, AC പവർ സ്റ്റാറിംഗ്, ഫോളോവർ, പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, തുടങ്ങിയ എല്ലാ ഫീച്ചറും ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഉണ്ട്, ഡേ ടൈമിംഗ് റണ്ണിംഗ് ലാമ്പ് ഉണ്ട്, ഫോഗ് ലാമ്പ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ്. ഏകദേശം 510 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി ഉണ്ട്. അതെ അതെ, ഒരാൾക്ക് പിന്നെ അത്യാവശ്യത്തിന് മേലെ ഒരാൾക്ക് കിടന്നുറങ്ങാം അതിന്റെ ഉള്ളിൽ. അത്രയും സ്പേസ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് 9.5 ലക്ഷം രൂപ ഇട്ടാ കൊടുക്കാം. ഏകദേശം ഇൻഷുറൻസ് 8.5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഐ ഡി ഉണ്ട്. 1-1.5 ലക്ഷം രൂപ 1.25 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. അതെ അതെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക പുറത്ത്. നല്ലൊരു വാഹനം 3 സീരീസിൽ വരുന്ന GT-ലെ പവർ ആഗ്രഹിക്കുന്നവർക്ക് പവറും അത്യാവശ്യം മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. പവറും സ്റ്റൈലും മൈലേജും എല്ലാം കൂടി ഒരു വണ്ടിയിൽ ഒരു ലക്ഷറി, പക്കാ ലക്ഷറി എന്ന് പറയാൻ പറ്റുന്ന വാഹനമാണ്. പിന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പോർട്സ് മോഡും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി സൺറൂഫും ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് സ്പോയിലർ ഉണ്ടല്ലേ റിയറില്. പിന്നെ 4 കിഡിലൻ അലോയ് വീൽസ്, എല്ലാം അട്രാക്റ്റീവ് അലോയ് വീൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്ലാസ് ഡോറ് തുറക്കുമ്പോൾ ഇതിന്റെ ഗ്ലാസ് അടിപൊളി ഗ്ലാസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ വസ്തുത്തോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2015 മോഡല് വരുന്നത്. 3rd ഓണർ ആണ്. UP രജിസ്ട്രേഷൻ ആണ്. 1.10 ഓടിയിട്ടുണ്ട്. നമ്മൾ 15.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 15 ലക്ഷം രൂപ. അതെ അതെ, 15 ലക്ഷം രൂപയ്ക്ക് ഒരു GT സ്വന്തമാക്കാം. തീർച്ചയായിട്ടും ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുമോ? ലോണ് നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ട് നോക്കണ്ടേ? നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും കസ്റ്റമർ വന്നാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് പേര് കാണാത്ത, ഒരുപാട് പേർക്ക് അറിയാത്ത വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാവർക്കും കാണിച്ചു തരികയും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ താഴെ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനും വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് മാറ്റി കാണുവരേക്കും ഗുഡ് ബൈ.